മൈസൂരിലെ പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫിനെ തട്ടിക്കൊണ്ടുവന്ന് കൊലപ്പെടുത്തിയ കേസിൽ 1, 2, 6 പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി. ബാക്കിയുള്ളവരെ കോടതി വെറുതെ വിട്ടു. ശിക്ഷ ഈ മാസം 22-ന് വിധിക്കും. ഷാബാസ് ഷെരീഫിനെ തട്ടിക്കൊണ്ടുവന്ന് കൊലപ്പെടുത്തിയ കേസിൽ മഞ്ചേരി അഡീഷണൽ ജില്ലാ കോടതിയാണ് വിധി പറഞ്ഞത്. 1-ാം പ്രതി ഷൈബിൻ അഷ്റഫ്, 2-ാം പ്രതി ഷിഹാബുദ്ദീൻ, 6-ാം പ്രതി നിഷാദ് എന്നിവരെയാണ് കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. ഇവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ തെളിഞ്ഞതായും കോടതി വ്യക്തമാക്കി. ശിക്ഷ ഈ മാസം 22-ന് വിധിക്കും. മരിച്ചു എന്നുള്ളത് തെളിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഒരു വലിയ ടാസ്ക്കാണ് ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ മുന്നിലുണ്ടായിരുന്നു. അത് തെളിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിലുള്ള ഒരു ചാരിതാർത്ഥ്യം, അതിന് എത്ര അന്വേഷണവും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരുടെയും കൂടിയുള്ള ഒരു എഫർട്ട് എന്നുള്ളതാണ് ഇതിനെ സംബന്ധിച്ച് പ്രാഥമികമായിട്ട് പറയാനുള്ളത്. 2020 ഒക്ടോബറിൽ കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി ചാലിയാറിൽ ഒഴുക്കിയെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. തെളിവെടുപ്പിനിടെ ലഭിച്ച തലമുടി ഷാബാസ് ഷെരീഫിന്റേതാണെന്ന് DNA പരിശോധനയിൽ തെളിഞ്ഞതാണ് കേസിന് ബലമായത്. തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അങ്ങോട്ടേക്ക് ഇവിടേക്ക് വന്ന് ഒരുപാട് ആംബിഗ്വിറ്റീസ് ഉള്ള മുൻ ചരിത്രങ്ങളില്ലാത്ത തരത്തിലുള്ള കേസായിരുന്നു. കേരളത്തിന്റെ ചരിത്രം എടുത്താലും ഇന്ത്യയുടെ ചരിത്രം എടുത്താലും വളരെ റെയറായിട്ടാണ് ഇങ്ങനെയുള്ളൊരു നിമിഷം വരുന്നത്. മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കാതെ വിചാരണ പൂർത്തിയാക്കിയ കേരളത്തിലെ അപൂർവം കൊലക്കേസാണ് ഷാബാസ് ഷെരീഫ് കേസ്. 2024 ഫെബ്രുവരിയിലാണ് കേസിന്റെ വിചാരണ ആരംഭിച്ചത്. മൃതദേഹമോ മൃതദേഹ ഭാഗങ്ങളോ കണ്ടെത്താൻ കഴിയാത്ത കേസിൽ ശാസ്ത്രീയ പരിശോധനാ ഫലമാണ് നിർണായകമായത്. മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫ് ഉൾപ്പെടെ 15 പ്രതികളാണ് കേസിലുള്ളത്. കേസിൽ 80 സാക്ഷികളെ കോടതി വിസ്തരിച്ചിരുന്നു. 2019 ആഗസ്റ്റിലാണ് മൈസൂർ സ്വദേശിയായ പാരമ്പര്യ ചികിത്സാ വിദഗ്ധൻ ഷാബാസ് ഷെരീഫിനെ വ്യവസായിയായ നിലമ്പൂർ മുക്കട്ട സ്വദേശി ഷൈബിൻ അഷ്റഫും സംഘവും നിലമ്പൂരിലേക്ക് തട്ടിക്കൊണ്ടുവന്നത്. ഒറ്റമൂലി മരുന്നുകളുടെ രഹസ്യം ചോർത്തി മരുന്ന് വ്യാപാരം നടത്തി പണമുണ്ടാക്കുകയായിരുന്നു പ്രതികളുടെ ലക്ഷ്യം. 1 വർഷം ചങ്ങലക്കിട്ടും ക്രൂരമായി പീഡിപ്പിച്ചിട്ടും ഷാബാസ് ഷെരീഫ് മരുന്നിന്റെ രഹസ്യം പറഞ്ഞുകൊടുത്തില്ല. ക്രൂരപീഡനത്തിനൊടുവിൽ ഷാബാസ് ഷെരീഫ് കൊല്ലപ്പെടുകയായിരുന്നു. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.